മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ഈ ഫോൺ കാണുമ്പോൾ ആ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇനി കംപ്ലൈൻ്റ് ആവാൻ ഫോണിൻ്റെ ഒരു ഭാഗവും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് ഫോൺ റിപ്പയർ ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് കസ്റ്റമർ കൊണ്ടുവന്നത്. ഫോണിൻ്റെ ബാക്ക് ഗ്ലാസ് വീണ് പൊട്ടിയിരിക്കുന്നു, അതേപോലെ ഡിസ്പ്ലേ ലൈൻ വന്നിരിക്കുന്നു. എന്നിട്ടും കസ്റ്റമർ ഒരുപാട് യൂസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ ബാറ്ററിക്കും കൂടി കംപ്ലൈൻറ്റ് വന്നപ്പോൾ പിന്നെ കസ്റ്റമർക്ക് പിടിച്ചു നിൽക്കാനായില്ല. കാരണം ഫോൺ റീസ്റ്റാർട്ടിങ് പ്രോബ്ലം തുടങ്ങി. ഇടയ്ക്ക് ഓണാവും, ഇടയ്ക്ക് ഓഫാവും, അങ്ങനത്തെ ഒരു ഇഷ്യൂ. പുള്ളിക്കാരന് മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയപ്പോഴാണ് എൻ്റെ അടുത്ത് റിപ്പയർ ചെയ്യാനായിട്ട് കൊണ്ടുവന്നത്. ഇത് ഫോൺ മോഡൽ വരുന്നത് iPhone 14 ആണ്. ഓൾറെഡി ഫോണ് റിപ്പയർ ചെയ്തിട്ടുണ്ട്. ബാക്ക് ഗ്ലാസ്, ബാറ്ററി തുടങ്ങിയ ഓൾറെഡി മുന്നേ മാറ്റിയിട്ടുണ്ട് കസ്റ്റമർ. അത് റീപ്ലേസ് ചെയ്തിട്ട് ഏകദേശം ഒരു 3 മാസം ആവുന്നതേ ഉള്ളൂ. സാധാരണ ഐഫോണുകളിൽ ബാക്ക് ഗ്ലാസ് ഒക്കെ റീപ്ലേസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാൽ iPhone 14 വളരെ സിമ്പിളാണ്. ഇതിൻ്റെ മുമ്പ് ഇറങ്ങിയ ഐഫോൺ മോഡലുകളെ വെച്ച് നോക്കുമ്പോൾ. മാത്രമല്ല iPhone 14 സാധാരണ ബാറ്ററി കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ റിമൂവ് ചെയ്യാതെ തന്നെ നമുക്ക് ബാക്ക് ഗ്ലാസ് മാത്രം ഓപ്പൺ ആക്കി റിപ്പയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയി. ഡിസ്പ്ലേ, ബാക്ക് ഗ്ലാസ്, അതേപോലെ ബാറ്ററി, ഇത് മൂന്നും റീപ്ലേസ് ചെയ്തു. എല്ലാ വർക്കും കഴിഞ്ഞു. ഈ ലോഗോ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അത് ആപ്പിളിൻ്റെ ഫോൺ മാത്രമല്ല കേട്ടോ, എല്ലാ കമ്പനികളുടെ ലോഗോ കാണുമ്പോഴും അങ്ങനെയാണ്. അപ്പോൾ വീണ്ടും കാണാം.